2021 തെരഞ്ഞെടുപ്പിൽ PC ജോർജ് സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. അന്ന് അദ്ദേഹം ഏതാണ്ട് 42,000-ഓളം വോട്ട് ഈ മണ്ഡലത്തിൽ പിടിക്കുകയുണ്ടായി. അപ്പോൾ സ്വന്തം നിലയ്ക്ക് നിന്നപ്പോൾ കിട്ടിയ അത്രയേക്കാൾ വോട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ആ വോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് UDFിലേക്കാണ്. UDFിലെ ഒരു ഘടകകക്ഷി വഴി UDFിലേക്ക് ചേക്കാറാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ BJPക്കെതിരെ ആരോപണവുമായി മാസങ്ങൾക്ക് ശേഷം രംഗത്ത് വന്നിരിക്കുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ നിലയിൽ ഔദ്യോഗികമായി ഒരു കണക്ക് കൊടുക്കുകയും അതിൻ്റെ ഏതാണ്ട് ഒരു 10 ഇരട്ടിയിലധികം ചെലവഴിച്ചതായി പരസ്യമായി വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്. അപ്പോൾ PC ജോർജ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം എന്ന് പറയുന്നത് BJPയുടെ വേദിയിൽ തന്നെയാണ് പറയുന്നത് 4.5 കോടി രൂപയിലധികം മണ്ഡലത്തിൽ ചെലവാക്കിയതിൻ്റെ ചെലവ് കണക്കുകൾ കാണിച്ചു എന്നുള്ളതാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതൊരു നിസ്സാര സംഭവമായി കരുതാൻ കഴിയുമോ? തികച്ചും അങ്ങേയറ്റം ഒരു തെരഞ്ഞെടുപ്പ് അഴിമതി എന്ന പ്രത്യക്ഷത്തിൽ തന്നെ വിശേഷിപ്പിക്കാവുന്നൊരു കാര്യമാണ്. BJP വലിയൊരു പണമൊഴുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നടത്തി എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നെ അതിനകത്ത് എന്തെങ്കിലും വെട്ടിപ്പുണ്ടോ എന്നുള്ളതൊക്കെ അവർ തന്നെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അക്കാര്യത്തിൽ എനിക്ക് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ളൊരു വസ്തുത, ഈ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ UDFും BJPയുമായി ഒരു പരിധി വരെയുള്ള ഒരു അന്തർധാര ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം അല്ലെങ്കിൽ പ്രത്യക്ഷമായ ഒരു തെളിവ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് 2021 തെരഞ്ഞെടുപ്പിൽ PC ജോർജ് സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. അന്ന് BJPയുടെ സ്ഥാനാർത്ഥിയല്ല, BJP മുന്നണിക്ക് വേറെ സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഏതാണ്ട് 42,000-ഓളം വോട്ട് ഈ മണ്ഡലത്തിൽ പിടിക്കുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ അത് 36,000 ചുരുങ്ങി. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വർദ്ധിച്ചു, വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വോട്ട് ഏതാണ്ട് 7,000 അടുത്ത് കുറയുകയാണ് ചെയ്തത് BJP സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ. അപ്പോൾ സ്വന്തം നിലയ്ക്ക് നിന്നപ്പോൾ കിട്ടിയ അത്രയേക്കാൾ വോട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ആ വോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് UDFിലേക്കാണ്. PC ജോർജിൻ്റെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്തെ ഒരു പ്രസ്താവന, അതായത് ഒരു സമുദായ മതമേലധ്യക്ഷന്മാരെ ആക്ഷേപിച്ചുകൊണ്ടൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ വോട്ട് കുറയാനും അത് UDFിന് സഹായകരമായൊരു സ്ഥിതിയും ഉണ്ടായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം അദ്ദേഹം ഈ ഘട്ടത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ഈ ഘട്ടത്തിൽ ഉന്നയിച്ചതിന് മറ്റൊരു ഗൂഢോദ്ദേശം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ BJP വിട്ട് UDFിൽ ചേക്കാറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് അനൗദ്യോഗികമായ വിവരം കിട്ടുന്നത്. UDFിലെ ഒരു ഘടകകക്ഷി നേതാവുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് 3 തവണ അദ്ദേഹം ചർച്ച നടത്തി. അതെനിക്ക് ബോധ്യമുള്ളൊരു കാര്യം, പലരിലും മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം. അപ്പോൾ ആ നിലയിൽ UDFിലെ ഒരു ഘടകകക്ഷി വഴി UDFിലേക്ക് ചേക്കാറാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ BJPക്കെതിരെ ആരോപണവുമായി മാസങ്ങൾക്ക് ശേഷം രംഗത്ത് വന്നിരിക്കുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ആരോപണം ഉന്നയിച്ച PC ജോർജ് തന്നെയാണ് അതിൻ്റെ വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ചർച്ച നടത്തിയ നേതാവ് ആരാണെന്ന് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. മറ്റൊരു കാര്യം കൂടിയുള്ളത്, 40 ലക്ഷമാണ് ചെലവാക്കാനുള്ളൊരു തെരഞ്ഞെടുപ്പ് കഴിയുന്നത്. അപ്പോൾ 4.5 കോടി ചെലവാക്കിയെന്ന് ഒരു സ്ഥാനാർത്ഥി തന്നെ പറയുമ്പോൾ അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയിലേക്ക് വേണ്ടി തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രത്യേകത പണസ്വാധീനവും അതുപോലെ തന്നെ സമുദായങ്ങൾ അടക്കം രംഗത്തിറങ്ങി ജാതിമത ശക്തികളുടെ ഒരു അതിരുവിട്ട ക്രമം വിട്ട ഒരിടപെടലുമൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരു അനഭിലഷണീയമായ പ്രവണത എന്ന് പറയാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും 40 ലക്ഷം രൂപ മാത്രം ചിലവഴിക്കാൻ കഴിയും. അതുപോലെ തന്നെ PC ജോർജ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കണക്ക് കൊടുത്തിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കണക്കിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും 40 ലക്ഷത്തിൽ താഴെയുള്ള ഒരു കണക്കാണെന്നുള്ളത് സുവ്യക്തമാണ്. ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അംഗീകരിക്കില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചെലവ് അംഗീകരിച്ച് അത് സാധൂകരിച്ച് വിട്ടിട്ടുണ്ട്. കാരണം 1 മാസത്തിനുള്ളിലായിരുന്നു കണക്കുകൾ സമർപ്പിക്കേണ്ടത്. ഞങ്ങളൊക്കെ കണക്ക് കൊടുത്താൽ കണക്കിനോടനുബന്ധിച്ച് അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും കൊടുക്കണം. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഷാഡോ ടീം നിയോജകമണ്ഡലം ഒട്ടാകെ നടന്ന് ഈ തെരഞ്ഞെടുപ്പ് ചെലവുകൾ ടാലിയാകുന്നതാണോ എന്ന് കൊടുക്കുന്ന കണക്കുകളുമായി വസ്തുതാപരമായി ഒത്തുപോകുന്നതാണെന്ന് പരിശോധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ ഔദ്യോഗികമായി ഒരു കണക്ക് കൊടുക്കുകയും അതിൻ്റെ ഏതാണ്ട് ഒരു 10 ഇരട്ടിയിലധികം ചെലവഴിച്ചതായി പരസ്യമായി വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്, ഏറ്റവും വലിയൊരു ക്രമക്കേടാണ്.
അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കേണ്ടതാണ്, അതിന് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ 4.5 കോടി രൂപ വന്നത് സംബന്ധിച്ച് അത്രയും തുക എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്നുള്ളതും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഇപ്പോൾ LDFന്റെ നേതൃത്വമൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. തീർച്ചയായിട്ടും ആലോചിച്ചിട്ട് ചെയ്യുന്നു.